ഇരുധ്രുവം. രചന ആത്തൂസ് മഹാദേവ്. അവതരണം സാലിം കരുളായി. അതെ മേഡം, ഓട്ടി എന്നത് മതിയെങ്കിലേ അല്പൊന്ന് മാറി നിൽക്കാവോ? കുറെ നേരമായില്ലേ ഓട്ടി ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ട്. അർജുൻ്റെ ആ ഡയലോഗിലാണ് മാളുവിൻ്റെ കണ്ണുകൾ അല്പം മാറി ഫോൺ ചെയ്യുന്ന റാമിൽ നിന്നും അവനിലേക്കാകുന്നത്. ഡോ കൊടുവള്ളി, താൻ തന്നെയല്ലേ എന്നെ കയറി പിടിച്ചത്? എന്നിട്ടിപ്പോൾ ഞാൻ ഒട്ടി നിൽക്കുന്നു. എക്സ്ക്യൂസ് മീ മേഡം, അത് കുറച്ച് മുന്നേ ആയിരുന്നു. അത് മാത്രമല്ല, ഉടനടി ഞാൻ വിടുകയും ചെയ്തു. ഇപ്പോൾ ഒട്ടി നിൽക്കുന്നത് ആരാണെന്ന് ഒന്ന് കണ്ണു തുറന്ന് നോക്കിക്കേ. അത് കേട്ടാണ് മാള് സ്വയം ഒന്ന് നോക്കുന്നത്. ഒറ്റ നിമിഷം അവൾ ആകെ അങ്ങ് ചൂളിപ്പോയി. കാരണം അവൾ തന്നെയാണ് അവനോട് ചേർന്ന് പോകുന്നത്. മാളു അവനെ നോക്കി ഒന്ന് ഇളിച്ച് കാണിക്കുമ്പോൾ അർജുൻ അവളെ നന്നായി പൂച്ചിച്ച് വിട്ടു. അതെ, എനിക്ക് ആ ഒരു പേടി പോലെ. എന്നെ വീട്ടിൽ കൊണ്ടാക്കുമോ? എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയുടെ കൂടെ നിന്നാൽ മതി. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാരണം അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എത്രമാത്രം മോശമാകുമെന്ന് അവൾക്ക് ഊഹിക്കാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അത് കേട്ട് അർജുന് വല്ലാത്ത ദേഷ്യമാണ് തോന്നിയത്. അവൻ അവളുടെ ഒരു ഷോൾഡറിലും പിടിച്ച് അമർത്തി അവനിലേക്ക് അടുപ്പിക്കുമ്പോൾ മാളൊന്ന് വിറച്ചുകൊണ്ട് അവനെ നോക്കി. ഈ അർജുൻ വസിഷ്ഠൻ്റെ താലിയ നിന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നതെങ്കിൽ മാളവികൽ ലൈഫ് ലോങ് എൻ്റെ കൂടെ തന്നെ ജീവിക്കും. അവൻ്റെ ആ ഉറച്ച വാക്കുകളിൽ കിടങ്ങി നിന്നു പോയവൾ. രാഗി, നിന്നെ ഓർത്ത് മാത്രം ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. തനിക്ക് തൻ്റെ മോനോടുള്ള അറ്റാച്ച് എനിക്ക് അറിയാവുന്നത് കൊണ്ട് മാത്രം. ഫോൺ വിളി കഴിഞ്ഞ് വന്ന റാം തൻ്റെ ഭാര്യയെ നോക്കി അല്പം കടുപ്പിച്ചത് പറയുമ്പോഴാണ് അർജുനൊപ്പം മാളുവിൻ്റെ ശ്രദ്ധയും അവിടേക്കാവുന്നത്. അത്രയും പറഞ്ഞ് ആരെയും നോക്കാതെ അയാൾ മുകളിലേക്ക് കയറി പോകുമ്പോൾ രാഗി തൻ്റെ മകൻ്റെ അടുത്തേക്ക് വന്നു. മാമ, ഞാൻ. അർജുൻ എന്തോ പറയാൻ വന്നെന്ന് രാഗി അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. വേണ്ട അജു, ഒന്നും പറയേണ്ട. നീ മോളെയും കൊണ്ട് റൂമിലേക്ക് പോകാൻ നോക്ക്. പരിഭവം കലർന്ന ശബ്ദത്തിൽ അതും പറഞ്ഞ് മുഖം തിരിച്ച് അവർ അകത്തേക്ക് പോകുമ്പോൾ അർജുൻ ഒന്ന് വിശ്വസിച്ചു. കയ്യിലാരോ കാര്യമായി തോണ്ടുമ്പോഴാണ് അജു മുഖം ചരിച്ച് അവിടേക്ക് നോക്കുന്നത്. വേറെ ആരുമല്ല, മാളുവായിരുന്നത്. ഡോ കൊടുവള്ളി, അത് തൻ്റെ അമ്മയാണോ? അല്ല, എൻ്റെ അമ്മായിയമ്മ. പല്ല് കടിച്ചുകൊണ്ടായിരുന്നു അർജുൻ്റെ മറുപടി. ഓ ജാട കൊടുവള്ളി. അത് പറഞ്ഞവൾ ചുണ്ട് കൂട്ടിയതും അജു കൈയോടെ അവിടെ കൈയും പിടിച്ച് വലിച്ച് മുകളിലുള്ള സ്റ്റെപ്പ് കയറിയിരുന്നു. അവൻ്റെ ആ പിടിയിൽ അവൾക്ക് കൈ നന്നേ വേദനിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഒന്നും മിണ്ടാതെ അവൾ അവനോടൊപ്പം നടന്നു. മുകളിലേക്ക് എത്തിയ മാളവിൻ്റെ കണ്ണുകൾ ഒരു വേള മെഴിഞ്ഞു പോയി. എല്ലാം ആദ്യമായി കാണും പോലെ അവളുടെ കണ്ണുകൾ പരക്കി ഒന്ന് പാഞ്ഞു. ഒടുവിലൊരു റൂമിൻ്റെ മുന്നിലായി എത്തുമ്പോഴാണ് അവൾ മുന്നോട്ട് നോക്കുന്നത്. അപ്പോഴേക്കും ആ ഡോർ ഓട്ടോമാറ്റിക്കായി തുറന്നിരുന്നു. അർജുൻ അവളുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് തള്ളുന്നതിൻ്റെ ഒപ്പം അവനും അകത്തേക്ക് കയറി. അവർ ഇരുവരും അകത്തേക്ക് കയറിയ ഉടനെ ഡോർ താനെ ലോക്കായി. താൻ എന്നെ കൊല്ലാനാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവൻ അത്രയും നേരം അമർത്തി പിടിച്ചിരുന്ന കയ്യിൽ ചുവന്നു കിടക്കുന്ന തൻ്റെ കൈ ഒന്ന് അമർത്തി ഒടിഞ്ഞുകൊണ്ട് അവൾ അവന് നേരെ അലറുമ്പോൾ അർജുൻ അവളെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് തൻ്റെ കോട്ടടിച്ച് മാറ്റി. മാളുവിൻ്റെ കണ്ണുകൾ അവനിൽ തന്നെ തറഞ്ഞു നിൽക്കുമ്പോൾ അവൻ്റെ ഓരോ പ്രവൃത്തികളും അവൾ ഒപ്പിയെടുത്തു. കോട്ടൂരി കിങ് സൈസ് ബെഡിലേക്ക് ഇട്ടുകൊണ്ട് അവൻ തൻ്റെ ഷർട്ടിൻ്റെ ഓരോ ബട്ടണും അഴിച്ചു മാറ്റുമ്പോൾ മാളുവിൻ്റെ കണ്ണുകളൊന്നും വിഴിഞ്ഞു പോയി. പൂർണ്ണമായും ആ ഷർട്ട് അവനിൽ നിന്ന് അകന്ന് മാറുമ്പോൾ അവളുടെ കണ്ണുകൾ അവൻ്റെ രോമം പോലും ഇല്ലാത്ത ഉറച്ച ആ വെളുത്ത ശരീരത്തിലായി തടഞ്ഞു നിന്നു. കഴുത്തിൽ കിടക്കുന്ന നെയ്സ് ചെയിൻ അവനെ നെഞ്ചിൽ പറ്റിക്കിടന്ന് അവയുടെ ഭംഗി എടുത്ത് കാട്ടുന്നുണ്ട്. മാളു അറിയാതെ ഒന്ന് ഉമിനീരിറക്കിപ്പോയി. പെട്ടെന്ന് അവൻ്റെ കൈ പാൻസിലേക്ക് നീണ്ടതും മാളൊന്ന് കിടുങ്ങിപ്പോയി. അവൻ ഞെട്ടിപ്പിടിഞ്ഞ് അവനിൽ നിന്നും അതിവേഗത്തിൽ തിരിയുന്നതിനൊപ്പം ഒരടി കൂടെ മുന്നോട്ട് വെച്ചു. ഈശ്വര, ഈ കൊടുവളി എന്തായി കാട്ടണേ? എൻ്റെ ഭഗവതി, ഇയാൾ ഇനി എന്നെ റേപ്പ് ചെയ്ത് പ്രതികാരം ചെയ്യാനെങ്ങാനാണ് കൊണ്ടുവന്നത്? മാള് പോലും അറിയാതെ ഒന്ന് ആത്മകരിക്കുമ്പോഴാണ് അവളുടെ പിൻകഴുത്തിലായി ഒരു ചുടുനിശ്വാസം തട്ടുന്നത്. നിന്ന നിൽപ്പിൽ ആകൊന്ന് വിറച്ചു പോയി അവൾ. റേപ്പ് ചെയ്ത് പ്രതികാരം ചെയ്യാൻ ഐ എം നോട്ട് എ ഫെമിനിസ്റ്റ്. അർജുൻ വസിഷ്ഠനെ മാളവിക ആ ഗണത്തിൽ കൂട്ടണ്ട. അവളുടെ കാതുകളിൽ മുഖമടുപ്പിച്ച് അവനത് പറയുമ്പോൾ മാളു ഒന്ന് ഞെട്ടി. അർജുൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അകന്ന് മാറുമ്പോൾ മാളു അത്രയും നേരം പിടിച്ചു വെച്ച ശ്വാസം മാഞ്ഞു വലിച്ചു വിട്ടു. എന്നാൽ പെട്ടെന്നായിരുന്നു അവൻ വീണ്ടും അവളിലേക്ക് അമർന്നത്. മാളു വിറയിലൂടെ തൻ്റെ കണ്ണുകൾ അമർത്തി അടച്ചു കളഞ്ഞു. യൂനോ മാളവിക, ഈ അർജുൻ ആരെയും റേപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് കരുതി താൻ സേഫാണെന്നൊരു ചിന്തയൊന്നും വേണ്ട. ബിക്കോസ് ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണെന്ന് താൻ മറക്കണ്ട. അവളുടെ കാതിൽ കിടക്കുന്ന ജിമിക്കിയിലൊന്ന് ഊതിക്കൊണ്ട് അവൻ അവിടെ നിന്ന് പോകുമ്പോൾ മാളു ഞെട്ടലോടെ നിന്നുപോയി. അരമണിക്കൂർ പിന്നിടുമ്പോൾ ബാത്റൂം തുറക്കുന്ന സൗണ്ട് കേട്ടാണ് ബെഡിലെന്തോ കാര്യമായി ചിന്തിച്ചിരുന്ന മാളു ഒരു ഞെട്ടിലോട് അവിടേക്ക് നോക്കുന്നത്. ഫ്രഷായി ഇറങ്ങി വരുന്ന അർജുനെ കണ്ട് അവൾ ഇരുന്നിടത്തും മെല്ലെ എഴുന്നേറ്റു. അർജുനാണെങ്കിൽ അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്ന ഭാവം പോലും നടിക്കാതെ മിററിന് മുന്നിലായി പോയി നിന്നു. അതെ, മാളുവിൻ്റെ ആ വിളിയിൽ അർജുൻ മിററിലൂടെ ഒരു പുരികം ഉയർത്തി എന്താന്ന് ചോദിച്ചു. എനിക്കൊന്ന് ഫ്രഷ് ആകണമായിരുന്നു.
സോ വാട്ട്, ഞാൻ വന്ന് കുളിപ്പിക്കണോ ഇനി? പെട്ടെന്ന് അവൻ അങ്ങനെ ചോദിക്കുമ്പോൾ അവളൊന്ന് ചൂളിപ്പോയി. പിന്നെ ഒന്നും നോക്കിയില്ല, ഒറ്റ ഓട്ടായിരുന്നു അവൾ ബാത്റൂമിലേക്ക്. ഒടുവിൽ അകത്തേക്ക് കയറി ഡോർ ലോക്ക് ചെയ്ത് തിരിഞ്ഞവളൊന്ന് ഞെട്ടി. അകത്തെ സജ്ജീകരണങ്ങൾ കണ്ടായിരുന്നത് തൻ്റെ വീട്ടിലെ 3 മുറികൾ ചേർത്ത് വെച്ചാൽ പോലും ഇത്രയും വരില്ലെന്ന് തോന്നി അവൾക്ക്. ബാത്ടബും വാശേരിയും കടന്ന് അവൾ ഒരു ഗ്ലാസ് ഡോർ തുറന്ന് അകത്തേക്ക് കയറി. ആദ്യമായി കാണുന്ന നിഷ്കളങ്കതയോട് അവൾ ചുറ്റുമൊന്ന് നോക്കുമ്പോഴാണ് അവളെ മുഴുവനായി നനയിച്ചുകൊണ്ട് വെള്ളം അവളുടെ ശരീരത്തിലേക്ക് പെയ്തിറങ്ങിയത്. മാളൊന്ന് ഞെട്ടി വിറച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ഷവറിൽ നിന്നായിരുന്നു വെള്ളം വരുന്നതെന്ന് മനസ്സിലായി. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുന്നേ അവൾ മുഴുവനായി നനഞ്ഞിരുന്നു. എൻ്റെ ഈശ്വര, ആകെ ഉണ്ടായിരുന്ന ഡ്രസ്സും കൂടി പോയി കിട്ടി. ഇനി ഞാൻ എങ്ങനെയാ പുറത്തേക്ക് ഇറങ്ങുന്നത് ദേവി? മാള് തലയിൽ കൈവച്ച് ദയനീയമായി പറഞ്ഞു പോയി. അതെ, റൂമിലെ ബെഡിൽ നിന്ന് ലാപ്പിൽ എന്തോ കാര്യമായി ചെയ്തുകൊണ്ടിരുന്ന അർജുൻ ആ സൗണ്ട് കേൾക്കുന്ന മുഖമായിട്ട് നോക്കി. ബാത്റൂം അല്പം തുറന്ന് തലയുടെ പകുതി മാത്രം പുറത്തിട്ട് നിൽക്കുന്ന മാളവിനെ കണ്ട് അവൻ ഗൗരവത്തോടെ ഒരു പുരുക്കുമുയർത്തി എന്താന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്കിടാൻ ഏതെങ്കിലും ഡ്രസ്സ് തരുമോ? എൻ്റെ ഡ്രസ്സാകെ നനഞ്ഞു. ലെഫ്റ്റ് സൈഡിലെ ഷെൽഫിൽ കാണും, ടേക്ക് ഇറ്റ്. അത്രയും പറഞ്ഞവൻ വീണ്ടും ലാപ്പിൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ മാള് വേഗം ഡോറടച്ച് ഒന്ന് ചുറ്റും നോക്കി. അവൻ പറഞ്ഞ ഷെൽഫ് കാണുന്നതും അവളൊരു പുഞ്ചിരിയോടെ അവിടേക്ക് നടന്നു. എന്നാൽ അത് തുറന്ന് അവൾ ഞെട്ടി. അതിലാകെ ഉണ്ടായിരുന്നത് 1-2 ബാത്റൂം മാത്രമായിരുന്നു. അവൾ അതിൽ നിന്നും ഒന്നെടുത്ത് വിടുത്ത് നോക്കുമ്പോൾ നിമിഷ നേരം കൊണ്ട് ആ മുഖത്ത് ദയനീയത വന്നു നിറഞ്ഞു. അങ്ങിങ്ങേതാ ചെയ്തുവിട്ട് ഞാൻ എങ്ങനെ അയാളുടെ മുന്നിലേക്ക് പോകുന്നതിൻ്റെ ഈശ്വര? ഒരു വേള മാളവിൻ്റെ കണ്ണുകളൊന്ന് നിറഞ്ഞു വന്നു. പിന്നെ വേറെ വഴിയില്ലാതെ അവൾ അതും ധരിച്ചുകൊണ്ട് വാതിലൽപ്പം തുറന്നൊന്ന് പുറത്തേക്ക് നോക്കി. അർജുൻ കുറച്ച് മുന്നേ ഇരുന്നിടം ശൂന്യമായി കിടക്കുമ്പോൾ അവളൊന്ന് സമാധാനത്തോടെ നിശ്വസിച്ചു. ശേഷം അതിവേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി അവൾ ഒറ്റ നിമിഷം കൊണ്ട് എന്തിലോ ചെന്നിടിച്ചു നിന്നു. കണ്ണുകൾ അമർത്തി അടച്ച് അവൾ പിന്നിലേക്ക് തെന്നി വീഴാൻ പോയതും അർജുൻ പെട്ടെന്ന് അവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്നിലേക്ക് വലിച്ചു ചേർത്തു. ഞെട്ടിപ്പിടഞ്ഞ് മുന്നോട്ട് നോക്കി അവൾ മുന്നിൽ നിൽക്കുന്ന അർജുനെ കണ്ട് നേരിയൊരു വിറകിൽ പാഞ്ഞു. സോറി, ഞാൻ കണ്ടില്ല. തൻ്റെ ഞെട്ടിൽ മറച്ചു പിടിച്ച് അവനിൽ നിന്നും അകന്നു മാറുന്നതിനൊപ്പം അവൾ മെല്ലെ പറഞ്ഞു. എന്നാൽ അവനിൽ നിന്നും യാതൊരു അനക്കവും കാണാത്ത മാളു കണ്ണുകൾ മാത്രം ഒന്ന് ഉയർത്തി അവനെ നോക്കുമ്പോൾ തന്നിലൂടെ ആകെ എഴിയുന്നവൻ്റെ മിഴികൾ കണ്ട് അവളൊന്ന് വിറച്ചു പോയി. എൻ്റെ ഭഗവതി, ഇത് കൊടുവളിയല്ല, കാട്ടുകോഴിയാണ്. ഡോ! പെട്ടെന്നുള്ള തൻ്റെ അലർച്ചയിൽ അവൻ ഞെട്ടുമെന്ന് അവൾ കരുതിയെങ്കിലും കൂളായി നിൽക്കുന്ന അർജുനെ കണ്ട് മാള് കാറ്റയച്ചു വിട്ട പട്ടം പോലെയായി. വൈ ബേബി? നിമിഷ നേരം കൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ അവൻ്റെ കൈകൾ ചുറ്റി വരിയുമ്പോൾ അവളൊന്ന് പെടഞ്ഞു പോയി. യു നോ ക്രീപ്പർ ഗേൾ, ഈ ലുക്കിൽ നിന്നെ കാണാൻ സോ ഹോട്ട്. തനിക്ക് വിരോധമില്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഈ ലുക്ക് തന്നെ ആക്കാം. യു അഗ്രീഡ്? അവളെ മുഴുവനായി ഒന്ന് ഒഴിഞ്ഞുകൊണ്ടുള്ള വഷളത്തരം നിറഞ്ഞുള്ള അവൻ്റെ വാക്കുകളിൽ മാളൊന്ന് വിറച്ചുപോയി. അതോടൊപ്പം വല്ലാത്ത സങ്കടം തോന്നി അവൾക്ക്. മാളവനിൽ നിന്നൊന്ന് പിടഞ്ഞു മാറാൻ നോക്കിയെങ്കിലും അവൻ്റെ കൈയുടെ മുറുക്കം കൂടുന്നത് അവൾ തിരിച്ചറിഞ്ഞു. പിടപ്പോടെ തെന്നി നീങ്ങുന്ന കണ്ണുകൾ ഉയർത്തി മാളവനൊന്ന് നോക്കി. അവനിൽ നിന്നുള്ള ഇത്രയും അടുത്തുള്ള സാമീപ്യവും തന്നിലേക്ക് വീഴുന്ന ആ തീക്ഷ്ണമായ കണ്ണുകളും ആ ചുവന്ന ചുണ്ടുകളുടെ ചലനവും അവളെ വല്ലാതെ തളർത്തി. എങ്കിലും പുറമേ അത് കാണിക്കാതെ ഒട്ടും വിട്ടുകൊടുക്കാതെ അവൻ്റെ കൈകൾ അവൾ തട്ടിയെറിഞ്ഞു. അർജുൻ സാർ, കേൾക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എൻ്റെ ശരീരത്തോടുള്ള കളിയൊന്നും വേണ്ട. ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് സമ്മതിക്കുന്നു. പക്ഷേ ഈ നിമിഷം വരെ മാളവിക നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല. പിന്നെ ഞാൻ തൻ്റെ കൂടെ വന്നതുപോലും നിങ്ങളുടെ ഭീഷണി ഭയന്നിട്ടാണ്, അല്ലാതെ യൂത്ത് സ്റ്റാർ അർജുൻ വാസുദേവയോട് പ്രണയം മുതിട്ടല്ല. നിങ്ങളുടെ പിന്നാലെ നടക്കാൻ ഒരുപാട് പെൺപിള്ളേർ കാണും, പക്ഷേ മാളവിക ആ കൂടുതൽ പെടുത്തണ്ട. അവൻ്റെ മിഴികളിൽ തന്നെ മിഴികൾ ഉറപ്പിച്ച് അവളത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അർജുൻ ഇരു കൈയും കെട്ടി അവൾക്ക് മുന്നിലായി നിന്നു. കഴിഞ്ഞോ നിന്റെ കവല പ്രസംഗം? എങ്കിൽ ഇനി ഞാൻ പറയുന്നത് കേൾക്ക്. മാളവനൊന്ന് സൂക്ഷിച്ചു നോക്കി. നീ പറഞ്ഞത് നേരാ. അർജുനെ സ്നേഹിക്കാനും അർജുനാൽ സ്നേഹിക്കപ്പെടാനും ഒരുപാട് പെൺകുട്ടികൾ കാത്തു നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെപ്പോലെ ഒരു ലോ ക്ലാസ്സിനെ ഒന്നും വേണ്ട അർജുന ഒന്നിനും. പിന്നെ മാളവിക, ഞാനൊന്ന് വിളിച്ചാൽ പലരും എൻ്റെ കൂടെ വരും, പലതിനും. പിന്നെ നിന്നെ ഉച്ചം നിറഞ്ഞ വാക്കുകളായിരുന്നത്. അർജുന മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ മാള് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. റൂമിൽ നിന്നിറങ്ങിപ്പോയ അർജുൻ ഒരുപാട് നേരം കഴിഞ്ഞിട്ട് കാണാതെ ആയതും മാളവിൽ ആകൊരു വല്ലായ്മയായിരുന്നു. ഉടുക്കാൻ തുണി പോലും ഇല്ലാതെ അവൾ അതേ ഇരിപ്പിരിക്കുമ്പോൾ കണ്ണുകളൊന്നും നിറഞ്ഞു വന്നു. തൻ്റെ ഈ ഗതികേടോട് അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി. എന്തോന്ന് തൻ്റെ അടുത്ത് വന്ന് വീഴും പോലെ തോന്നിയപ്പോഴാണ് മിഴികൾ താഴ്ന്നിരുന്ന് അവൾ മുഖമുയർത്തി നോക്കുന്നത്. അടുത്ത് കിടക്കുന്ന കുറച്ചധികം കവറുകളും റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അർജുനെയും കണ്ട് അവളൊന്ന് നിശ്വസിച്ചു. ആ കവറുകളിലൊക്കെ എന്താവുമെന്ന് തുറന്നു നോക്കാതെ തന്നെ അവൾക്ക് അറിയാമായിരുന്നു. ആദ്യം കണ്ട കവർ തുറന്ന് അതിലുള്ള ഡ്രസ്സ് അവൾ പുറത്തേക്ക് എടുത്തു.
ലൈറ്റ് ബ്ലൂ സ്കാർട്ടും വൈറ്റ് ലോങ് ടോപ്പുമായിരുന്നു അതിൽ തന്നെ വേറെയും ഡ്രസ്സുകളുണ്ടായിരുന്നു. കയ്യിൽ കിട്ടിയ ആ ഡ്രസ്സും മറ്റൊരു കവറിലുണ്ടായിരുന്ന അടിവസ്ത്രവും എടുത്ത് അവൾ ആർക്കോ വേണ്ടി എന്ന പോലെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിപ്പോയി. തലേന്ന് രാത്രി ഒട്ടും ഉറങ്ങാത്തത് കൊണ്ട് തന്നെ രാവിലെ തന്നെ ദക്ഷയ്ക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞു. കുളി കഴിഞ്ഞിറങ്ങി അവൾ മിററിൽ കൂടെ കാണുന്ന തൻ്റെ പ്രതിബിംബത്തിലേക്കൊന്ന് നോക്കി. കരഞ്ഞു വീങ്ങിയ മുഖവും നീരി വെച്ച കണ്ണുകളും അവശത വിളിച്ചോതുന്ന ഭാവവുമായിരുന്നു അവളിലപ്പോൾ. നിർവികാരത്തോട് ആ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് മറു സൈഡിലെ റൂം ഓപ്പൺ ആകുന്നത്. ഒരു വേള അവളുടെ കണ്ണുകളൊന്ന് വികസിച്ചു. മുന്നിൽ നിൽക്കുന്ന തൻ്റെ പ്രാണനിൽ തന്നെ തറഞ്ഞു നിന്നു ആ കണ്ണുകൾ. ചുണ്ടിൽ അവനായി ഒരു പുഞ്ചിരി പൊഴിഞ്ഞു. എന്നാൽ ദക്ഷയെ കണ്ട് ആരവിൽ ഞെട്ടലായിരുന്നുള്ളവായത്. കരഞ്ഞു വീഴ്ത്ത അവളുടെ മുഖം ഹൃദയത്തെ രണ്ടായി പിളർക്കുമ്പോൾ വല്ലാത്തൊരു വേദന തോന്നിയിരുന്നു. അവൾക്കരികിലേക്ക് നടക്കാനൊരുങ്ങി ആ കാലുകളൊന്ന് നിശ്ചലമാകുമ്പോൾ ദക്ഷയുടെ പുഞ്ചിരി മങ്ങി. ആരവ അവൾക്ക് മുഖം കൊടുക്കാത്ത റൂമിനകത്തേക്ക് കയറി വാതിൽ വലിച്ചടക്കുമ്പോൾ ദക്ഷ തൻ്റെ കണ്ണുകൾ അമർത്തിയടച്ചു. ഒരു തുള്ളി കണ്ണുനീർ അവളുടെ കവളിൽ നിന്ന് ഒഴുകിയിറങ്ങി. മോൾ എങ്ങോട്ടാ? എവിടേക്കോ പോകാൻ റെഡിയായി വേഗത്തിൽ പടികളിറങ്ങി വരുന്ന വർഷയെ കണ്ട് ആളിലെ സോഫയിൽ നിന്ന് ലാപ്പിൽ വർക്ക് ചെയ്യുകയെന്ന് ആനന്ദ് ചോദിച്ചു. ഡാഡിയെ രാമങ്കിൾ വിളിച്ചില്ലേ? വിളിച്ചു. ഉടനടി അല്പം ഗൗരവത്തിലായി അയാളുടെ മുഖം. ഇനി എന്താ നിന്റെ പ്ലാൻ? അത് കേട്ടൊന്ന് പൂച്ചത്തോടെ ചിരിച്ചു അവൾ. ഡാഡി കണ്ടോ എന്നെ ചതിച്ച് അവൻ്റെ കയ്യും പിടിച്ച് അവിടേക്ക് കെട്ടിയെടുത്ത അവളെ ഞാൻ തിരികെ ആ പട്ടിക്കാട്ടിലേക്ക് എങ്ങനെയാ ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന്? അതിന് ഞാൻ അവിടെ വേണം. എന്തുണ്ടെങ്കിലും ഡാഡിയെ നീ വിളിക്ക് അർജുൻ, അവൻ നിനക്കുള്ളതാവണം. അത് കേൾക്കുക അവളുടെ ചുണ്ടിലെ പൂച്ചച്ചിരിക്ക് ആഴം കൂടി. എനിക്കവനോട് പ്രണയായിരുന്നു ഡാഡി, ഒരുതരം വല്ലാത്ത ഭ്രാന്ത്. ഡാഡിക്ക് അറിയോ, അവൻ്റെ പദവി കണ്ടോ വലിയ വീട്ടിലെ ചെക്കനായതുകൊണ്ടോ അവൻ്റെ സ്വത്ത് കൊണ്ടോ അല്ല വർഷ അവനെ സ്നേഹിച്ചത്. ഒരുപക്ഷെ അവൻ ഇത്രയും വലിയ സ്റ്റാർ ആയിരുന്നില്ലെങ്കിൽ പോലും അവനെ ഞാൻ ഇങ്ങനെ തന്നെ പ്രണയിച്ചേനെ. അത്രയും ഇഷ്ടമായിരുന്നു എനിക്ക് അവനെ. പക്ഷേ ഇനി അത് ഉണ്ടാവില്ല ഡാഡി. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും മുന്നിൽ വെച്ച് അന്ന് അവൻ എന്നെ ആക്ഷേപിച്ചപ്പോൾ അന്ന് മരിച്ചു അർജുൻ എൻ്റെ ഉള്ളിൽ നിന്ന്. ഇപ്പം എനിക്ക് അവനോട് പ്രണയമല്ല, പ്രതികാരമാണ്. തകർക്കണം എനിക്ക് അവൻ്റെ ജീവിതം. അവളോടൊപ്പം ഒരു ദിവസം പോലും അവൻ സുഖമായി ജീവിക്കാൻ പാടില്ല. അതിനുവേണ്ടി എന്തും ചെയ്യും ഞാൻ, എന്തും. ഒരു നിമിഷം മാറി വരുന്നവളുടെ ഭാവങ്ങൾ വീക്ഷിക്കുകയായിരുന്നു ഞാൻ. എന്തോ ആ വേളയിൽ നേരിയൊരു ഭയം നിറഞ്ഞു അവളിൽ. ഞാൻ പോയിട്ട് വരാം ഡാഡി. അയാളോട് യാത്ര പറഞ്ഞ് ലഗേജും എടുത്ത് അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പകുതി സ്റ്റെപ്പ് ഇറങ്ങിയ ദക്ഷ താഴേക്ക് ഇറങ്ങാതെ വേഗം മുകളിലേക്ക് കയറിപ്പോയി. ശ്രീശൈലം വീടിന് മുന്നിൽ ഒരേ സമയം ഒന്നിച്ച് അതിവേഗത്തിൽ ഇരു കാറുകൾ വന്നു നിന്നു. ഒന്നിൽ നിന്നും വർഷയും അടുത്ത കാറിൽ നിന്നും മറ്റൊരു പെൺകുട്ടിയും ഇറങ്ങി. കാഴ്ചയിൽ 24 വയസ്സ് തോന്നിപ്പിക്കുന്ന ഒരു സുന്ദരിയാണവൾ. ഇളം പിങ്ക് കളർ സാരി നന്നായി ചുറ്റിയിട്ടുണ്ട്. നീളൻ മുടി ചെറുതായി ക്രാബ് ചെയ്തിട്ടിട്ടുണ്ട്. ധനു. വർഷ വേഗം വന്ന് അവളെ കെട്ടിപ്പിടിക്കുമ്പോൾ ധനുവും അവളൊന്ന് ചേർത്ത് പിടിച്ചു. വർഷക്ക് സുഖാണോ? എൻ്റെ സുഖവീരൊക്കെ നീ അറിഞ്ഞു കാണുമല്ലോ, അതോ ഇനി അറിഞ്ഞുകൊണ്ട് പരിഹസിക്കുകയാണോ? ദേഷ്യം കലർന്നവളുടെ ആ ചോദ്യത്തിന് മുന്നിൽ ധനു ഒരു വേള മൗനം പാലിച്ചു. എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതിൻ്റെ ഉദ്ദേശം എനിക്കിപ്പോഴും മനസ്സിലായില്ല. അത് കേട്ട് വർഷയൊന്ന് പുഞ്ചിരിച്ചു. ആദ്യം നീ ഗൗരവം ഒന്ന് വിട്, എന്നിട്ടൊന്ന് കൂളാക്ക്. പിന്നെ ഞാനല്ല അങ്കിളാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞത്. അങ്കിളോ? എന്തിന്? വല്ലാത്തൊരു സംശയം നിറഞ്ഞു അവളുടെ ആ ചോദ്യത്തിൽ. നിന്റെ ലൈഫിൽ നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതെന്തോ അത് നിനക്ക് നേടിത്തരാൻ. വർഷ അവളുടെ കൈകളിൽ പിടിച്ച് അമർത്തിക്കൊണ്ട് സന്തോഷം ഭാവിച്ചത് പറയുമ്പോൾ ധനു തൻ്റെ കൈകൾക്ക് മേലിരുന്ന വർഷയുടെ കൈകൾ എടുത്തു മാറ്റി. ധനു, ഈ ജന്മം ഒന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ, അതെൻ്റെ അജോട്ടിനെയാണ്. പക്ഷേ നീ ഏടിനെ എന്ന് എന്നിൽ നിന്ന് അകറ്റിയോ അന്ന് തകർന്നതാ ഞാൻ. അതിന്നൊരു മടക്കം അതിനുണ്ടാവില്ല. എല്ലാം തകർത്ത് നീ ഒറ്റൊരാളാണ്. വീണ്ടും എന്നൊരു ഫൂളാക്കാനാണോ വർഷ നീ എന്നെ വിളിച്ചു വരുത്തിയത്? ഒരു വേള പൊട്ടിത്തെറിച്ചു പോയി ധനു. വർഷയിൽ അതൊരു നേരെയും ഞെട്ടിലുളവാക്കുകയും ചെയ്തു. ഓ ഗോഡ്, ഇവളെല്ലാം സത്യം തിരിച്ചറിഞ്ഞോ? അവൾ ഭയത്തോടൊന്നും ആലോചിക്കാതിരുന്നില്ല. എനിക്ക് നിന്നോട് എന്താ പറയണമെന്ന് അറിയില്ല ധനു. ഒരുപക്ഷെ നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാനല്ല, നിന്റെ അച്ഛനാ എല്ലാത്തിനും കാരണം. വല്ലാത്തൊരു ഞെട്ടലോടെയാണ് ധനു ആ വാക്കുകൾ കേട്ടത്. ഒരു വേള തറഞ്ഞു നിന്നുപോയി അവൾ. എന്നാൽ അവളുടെ ഈ ഭാവങ്ങളൊക്കെ വീക്ഷിച്ച വർഷ ഉള്ളിൽ ഊറിച്ചിരിക്കുകയായിരുന്നു ആ നിമിഷം. വൈകിയ വേളയില അർജുന പ്രണയം നീയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. നിങ്ങൾ തമ്മിൽ തെറ്റിച്ചത് ഞാനാണെന്ന് അറിഞ്ഞത് കൊണ്ടാകും ഒരുപക്ഷെ മണ്ഡപം വരെ കൊണ്ടുവന്നിച്ചിട്ട് അർജുൻ എന്നെ നോവിച്ചത്. പക്ഷേ ഞാനല്ല ധനു. നിങ്ങളെന്നെ തെറ്റിദ്ധരിച്ചതിൽ എനിക്കൊരു പരിഭവമില്ല ധനു. പക്ഷെ ഞാൻ ചെയ്തതെന്ന് നിങ്ങൾ കരുതുന്ന തെറ്റ് എനിക്ക് തന്നെ തിരുത്തണം. അർജുന നിനക്ക് നേടിത്തന്നെ എനിക്ക്. അതിനുവേണ്ടി മാത്രം നിന്നെ വീണ്ടും ഇവിടേക്ക് വരുത്തിയത് ഞാൻ. നിറഞ്ഞു വരുന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് വർഷ അത് പറയുമ്പോൾ
ധനുവിൻ്റെ കണ്ണുകൾ അവളിൽ തന്നെ തറഞ്ഞു നിന്നു. നീ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്, അതുകൊണ്ട് മോൾ അകത്തേക്ക് പായോ. വർഷ തന്നെ അതും പറഞ്ഞ് അവളുടെ കയ്യും പിടിച്ച് അകത്തേക്ക് കയറുമ്പോൾ ധനു ഒരു പാവ കണക്കി അവൾക്കൊപ്പം അകത്തേക്ക് കയറിപ്പോയി.